ആ പൊന്നു തിരുനാമത്തിന് മഹത്വം കരയറ്റട്ടെ. വേദാന്തത്തിന്റെ ജ്ഞാനത്തിന്റെ ഗിരിശൃംഗങ്ങൾ ചവിട്ടിക്കയറി മാനവസ്നേഹത്തിന്റെയും മതമൈത്രിയുടെയും പുതിയ ശബ്ദം ഭാരതത്തിൽ നിന്ന് തന്റെ ദാർശനിക ചിന്തയിൽ കൂടെ ലോകത്തെ അറിയിച്ച ശ്രീ നാരായണ ഗുരുവിന്റെയും നടരാജ ഗുരുവിന്റെയും ലോകഗുരുവായി അറിയപ്പെടുന്ന നിത്യചൈതന്യ യതിയുടെയും പദസ്പർശം ഏറ്റുവാങ്ങിയ ഈ പുണ്യഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന മഹാത്മാവായ എത്രയും ആദരണീയനായ ഗുരു നാരായണ പ്രസാദിന്റെയും അതുപോലെ ഈശ്വരതുല്യം എന്റെ സഹോദരനെ ഞാൻ കരുതുന്ന ഏറെ സ്നേഹിതനായ ശ്രേഷ്ഠഗുരു സ്വാമി തന്മയുടെയും വിശിഷ്ട ഓരോ സ്വാമിജിമാരുടെയും അതിനേക്കാളുപരി ഈ സന്ധ്യയിൽ ക്രിസ്തുമസിന്റെ സന്തോഷം പങ്കുവയ്ക്കുന്നതിന് വേണ്ടി ഈ ഗുരുകുലത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ഏറ്റവും സമുന്നതരും ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരുമായ വിശിഷ്ട അതിഥികളെ, സ്നേഹിതന്മാരെ, സന്തോഷം നിറഞ്ഞ ഒരു സമയമാണ് ക്രിസ്തുമസ് എന്ന് പറയുന്നത്. അത് ഗുരുകുലത്തിൽ ക്രിസ്തുമസ് ആഘോഷിക്കുന്നതുകൊണ്ട് മാത്രമല്ല, ഒരുപക്ഷെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വലിയ ആഘോഷം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ക്രിസ്തുമസ് എന്ന് പറയാൻ സാധിക്കും. എല്ലാ ലോകത്തും തന്നെ അതിന്റെ വർണ്ണ ലൈറ്റുകളും നക്ഷത്രങ്ങളും ഒക്കെയുണ്ട്. അതിൻ്റെതായ വാണിജ്യ വശങ്ങളും ഉണ്ട്. അതിനെക്കുറിച്ചൊന്നും പറയാൻ ഞാൻ ഈ സമയത്ത് ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ വിഷയം കച്ചവടമൊന്നുമല്ലല്ലോ. നമ്മുടെ വിഷയം ദൈവികവും ദൈവിക ദർശനങ്ങളുമാണ്. എനിക്ക് കുട്ടികൾ പാട്ടുപാടി പോലെ സന്തോഷം തോന്നും. നല്ല രസകരമായ പഴയ ഒരു കരോള് പാട്ടാണത്. ഞാനത് പറയാൻ കാരണം, മിനിങ്ങാന്ന് രാത്രി എന്റെ വീട്ടിൽ കരോള് പാടാനായിട്ട് കുറച്ച് പിള്ളേർ വന്നു. ഇപ്പൊ ക്രിസ്മസ് സീസൺ ആയി കഴിഞ്ഞാൽ ഡിസംബർ 1 ആകുമ്പോഴത്തേക്ക് അവരിങ്ങനെ എല്ലാ വീട്ടിലും കയറി വരും. ഇവിടെ ഉണ്ടെന്നാണ് എന്റെ ധാരണ. ഒരു പാടിയ പാട്ട് കേട്ടി ഞാൻ ഞെട്ടിപ്പോയി. ഭൂലോകം സൃഷ്ടിച്ച കർത്താവിന് സ്തുതി. ഞാനൊന്നും വേണ്ടിയില്ല, കാരണം അവരെ ഒന്ന് തിരുത്തണമെന്ന് എന്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെ ആരോഗ്യവും നമ്പറും കണ്ടപ്പോൾ മൗനം വിദ്വാനുഭൂഷണം ഞാനിവിടെ മിണ്ടാതിരുന്നു. കുറച്ച് ചില്ലറ കൊടുത്ത് മെറി ക്രിസ്മസ് എന്ന് പറഞ്ഞു വിട്ടു. അതാണ് എന്റെ ആരോഗ്യത്തിനും നാട്ടിൽ ജീവിക്കാനും സുരക്ഷിതം. നമുക്ക് അങ്ങനെ ചില വിവേകം എന്ന് പറയുന്ന സാധനം ജീവിതത്തിൽ വേണമല്ലോ. എത്ര മനോഹരമാണ് ആ പാട്ട്. ഞാൻ ഇവിടെ നിങ്ങൾക്ക് വലിയൊരു സന്ദേശമൊന്നും നൽകാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇത്രയും അറിവ്, ഇത്രയും ജ്ഞാനത്തിൽ തികഞ്ഞ വ്യക്തികളുടെ മുന്നിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു പരീക്ഷണമാണ്. 2000 വർഷങ്ങൾക്ക് മുൻപ് ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ഇതുപോലെ മനോഹരമായ ഒരു പാട്ടുപാടി. ആ പാട്ടിന്റെ കണ്ടൻസ് ഇതിനകത്തും ഉണ്ട്. യേശുദമ്പുരാന് ദൈവജനനിയായിരിക്കുന്ന പരിശുദ്ധ അമ്മ ജന്മം നൽകുമ്പോൾ സ്വർഗത്തിലെ മാലാഖമാർ ഭൂമിയിലേക്ക് ചിറകടിച്ചു വന്നു നിന്നുകൊണ്ട് മനോഹരമായ ഒരു സ്തുതിഗീതം പാടി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ള മനുഷ്യർക്ക് സമാധാനം. എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ള ക്രിസ്തുമസ് സന്ദേശവും അതാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ള മനുഷ്യർക്ക് സമാധാനം. എല്ലാവർക്കും സമാധാനം എന്ന് പറഞ്ഞില്ല. ഗുരു ആദ്യം സൂചിപ്പിച്ചതുപോലെ പലതരത്തിലുള്ള ആളുകളുണ്ട്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. നമുക്ക് ആ വാചകത്തെ രണ്ടായിട്ട് കാണാം. ദൈവത്തിന് വാസ്തവത്തിൽ മാലാഖമാർ പ്രത്യേകിച്ച് ഒരു മഹത്വം കരയറ്റേണ്ട ആവശ്യമൊന്നുമില്ല ആ സമയത്ത്. കാരണം ഈശ്വരൻ എന്ന് പറയുന്നത് മഹത്വത്തിൽ വസിക്കുന്നവനാണ്, മഹത്വത്തിൽ ഇരിക്കുന്നവനാണ്. അല്ല, മഹത്വം തന്നെയാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. എന്നാൽ പ്രത്യേകിച്ച് ഈ സമയത്ത് സ്വർഗത്തിൽ നിന്ന് മാലാഖമാർ ഭൂമിയിലേക്ക് പറന്നിറങ്ങി വന്നുകൊണ്ട് ഗ്ലോറി ടു ഗോഡ് എന്ന് ആർത്തട്ടഹസിക്കണമെങ്കിൽ അതിന് പ്രത്യേകമായിരിക്കുന്ന എന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടായേ പറ്റുകയുള്ളൂ.
ദൈവത്തിന് മഹത്വം. എന്തിനാണ് മാലാഖമാർ ദൈവത്തിന് മഹത്വം കരയറ്റിയത്? 3 സംഗതികളാണ് വേദശാസ്ത്രജ്ഞന്മാർ അതിൽ സൂചിപ്പിക്കുന്നത്. ഞാൻ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിച്ചുകൊള്ളാം. ഒന്നാമത്തേത്, ദൈവം തന്റെ ഏകജാതനായിരിക്കുന്ന പുത്രനെ ലോകത്തിലേക്ക് അയക്കുവാൻ തക്കവണ്ണം അത്രമേൽ ഈ ലോകത്തെ സ്നേഹിച്ചു. 2 പറയുന്നു, യേശു ഓരോ അവതാരത്തിനും ഓരോ ലക്ഷ്യങ്ങളുണ്ട്. യേശുവിന്റെ അവതാര ലക്ഷ്യങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാണ്, ആ രഹസ്യത്തിന്റെ മർമ്മം പറഞ്ഞതുകൊണ്ടാണ് മാലാഖമാർ ദൈവത്തിന് മഹത്വം പാടിയത്. 2, ഇരുട്ടിൽ നിന്നും ഭൂമിയിലേക്ക് പുതിയൊരു പ്രകാശം വന്നതിന്റെ സന്തോഷത്തിൽ അവർ ആർത്തുപാടി. വീണ്ടും ലോകത്തിന്റെ പാപത്തിനു വേണ്ടി, കഷ്ടത അനുഭവിക്കുന്നതിന് വേണ്ടി ദൈവം സ്വയം തയ്യാറായതിൽ ദൈവത്തിന് അവർ മഹത്വം കരയറ്റി. 1 പറയുന്നു, സ്വർഗത്തിൽ നിന്നും ഈശ്വരൻ മനുഷ്യനായി അവതരിക്കാൻ കാണിച്ച വലിയ സ്നേഹത്തിന് മാലാഖമാർ ദൈവത്തിന് നന്ദി കരയറ്റി. യേശുദമ്പുരാൻ ജനിച്ചതൊരു കൊട്ടാരത്തിലോ വലിയ മണിമന്ദിരത്തിലൊന്നും ആയിരുന്നില്ല. താണിറങ്ങി വരികയാണ്. ദൈവം മനുഷ്യനായി ഇറങ്ങി വസിക്കുക. പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായി ദൈവം അവതരിക്കുന്ന അവസ്ഥയാണ് യേശുവിന്റെ ജന്മം എന്ന് പറയുന്നത്. യേശുവിനൊരു കൊട്ടാരത്തിൽ, രാജകൊട്ടാരത്തിൽ വലിയ ഒരു രാജ്ഞിയുടെ മകനായി ജനിച്ചുകൊണ്ട് ഈ ലോകത്തിന്റെ അധികാരങ്ങളൊക്കെ വേണമെങ്കിൽ പിടിച്ചു വെക്കാമായിരുന്നു. പക്ഷേ യേശു നടന്നത്, ജനിച്ചത് വേറിട്ട വഴിയിൽ കൂടെയാണ്. യേശുവിന് പിതാവാം ദൈവം തന്റെ ഏകജാതനെ ഭൂമിയിൽ അയക്കുമ്പോൾ വ്യക്തമായിട്ട് അറിയാം, അതൊരു പട്ടുമെത്തയും റോസാപ്പൂവും വിരിച്ചൊരു വഴിയായിരുന്നില്ല. യേശുവിന്റെ വഴി കുഷ്ഠരോഗികളോടുകൂടെ, പാപികളോടുകൂടെ, സമൂഹം തെറ്റായ കണ്ണിൽ കാണുന്ന ചുങ്കക്കാരോടുകൂടെ, സമൂഹത്തിൽ നിന്ന് കല്ലേറുകൾ ഏൽക്കുന്ന വേശ്യ സ്ത്രീകളോടൊക്കെ കൂടെയായിരുന്നു യേശു. അവരെയാണ് സ്നേഹിച്ചത്. തീണ്ടലും തൊടിയിലും എന്ന് പറയുന്നത് ഇന്ന് മാത്രമല്ല, 2000 വർഷങ്ങൾക്ക് മുമ്പ് പോലും ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് എത്ര വിഭിന്നമായിരിക്കും, പ്രത്യേകിച്ച് ഗോത്ര സംസ്കാരത്തിൽ, യഹൂദിയ സംസ്കാരത്തിലൊക്കെ. കുഷ്ഠരോഗം വന്ന് സമൂഹത്തിൽ നിന്ന് തഴയപ്പെട്ട മനുഷ്യൻ, ആഹാരത്തിന് വകയില്ല, ജോലി ചെയ്യാൻ സാധിക്കില്ല, ഇന്നത്തെ പോലെ ചികിത്സാ സംവിധാനങ്ങളൊന്നുമില്ല, ദേഹം മുഴുവൻ പഴുത്ത് വ്രണങ്ങളുമായി വിശന്ന് മുഖ്യധാരയിൽ നിന്ന് മാറി സമൂഹത്തിൽ നിന്ന് ഒളിച്ചു താമസിക്കുന്ന കുഷ്ഠരോഗികൾ. യേശു ചെന്ന് സ്പർശിച്ചത് അവരെയാണ്. യേശു സ്നേഹത്തോടെ കൈ നീട്ടിയതും മാറോട് ചേർത്തതും നെഞ്ചോട് ചേർത്ത് ആശ്ലേഷിച്ചതും അവരെയാണ്. ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത്, ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത് അത്ര വലുതാണ്. കഷ്ടത അനുഭവിക്കുന്നവനോടുകൂടെ, രോഗത്തിലായിരിക്കുന്നവനോടുകൂടെ, വേദന അനുഭവിക്കുന്നവരോടുകൂടെ ഓരോ പ്രവർത്തനവും യേശുവിന്റെ അങ്ങനെയാണ്. യഹൂദിയ സംസ്കാരത്തിൽ അവരുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിയ ഒരു വർഗമാണ് ശമരിയ എന്ന് പറയുന്ന ഒരു സംസ്കാരം. വലിയ ശക്തമായ തീണ്ടലുള്ള ഒരു ജാതി. ആ ശമരിയക്കാരത്തി സ്ത്രീയുടെ കയ്യിൽ നിന്നാണ് യേശുമിശിഹ വെള്ളം ചോദിച്ചു കുടിക്കുന്നത്. ഇന്ന് സ്വാമി പറഞ്ഞു, പുതിയ ദേശീയതയെക്കുറിച്ചും സിദ്ധാന്തത്തെക്കുറിച്ചുമൊക്കെ ഇന്ന് ഈ ആധുനിക യുഗത്തിൽ നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കുമോ? ഏറ്റവും സമൂഹത്തിൽ ഇപ്പൊ കുറച്ചുകൂടെയൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. ഒരു 50 വർഷം മുമ്പ്, ഒരു പക്ഷെ ഇവിടെ ഇരിക്കുന്ന പലരുടെയും ജീവിതത്തിന്റെ മധ്യാഹ്ന കാലഘട്ടത്തിൽ ഒരു ഉയർന്ന ജാതിയിൽപ്പെട്ട, ഉയർന്ന കുലത്തിൽപ്പെട്ട, അങ്ങനെ പറയുന്നതായിരിക്കും കുറച്ചുകൂടി ഉചിതം, ഒരാൾ ഒരു സാധാരണക്കാരന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയും അല്ലെങ്കിൽ വെള്ളം കുടിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ്. അതിന്റെ ഇമ്പാക്ട് എത്ര വലുതെന്ന് ഒരു പക്ഷേ പ്രായമുള്ളവർക്ക് അറിയാൻ സാധിക്കും. എന്നാൽ 2000 വർഷം മുമ്പ് സമൂഹത്തിൽ ഏറ്റവും താഴെ കിടന്ന ആളിന്റെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങിച്ചു കുടിക്കാൻ യേശു കാണിച്ച ധൈര്യമാണ് യഥാർത്ഥ സാമൂഹിക വിവർത്തനം എന്ന് പറയുന്നത്, സാമൂഹിക പരിവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ യേശുവിന്റെ യാത്ര എപ്പോഴും പാവപ്പെട്ടവരുകൂടെയും രോഗികളോടുകൂടെയുമായിരുന്നു. ഒരുപക്ഷെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥയാണ് സഖായി എന്ന് പറയുന്ന ഒരാളിന്റെ കഥ. പാട്ടുകളിലൊക്കെ കേട്ടുക.
അദ്ദേഹം ഒരു ചുങ്കം പിരിക്കുന്നയാൾ, അന്യായമായിട്ട് ചുങ്കം പിരിക്കുന്നയാളായിരുന്നു. യേശുവിനെ കാണുന്ന നിമിഷം തന്നെ ആ മനുഷ്യനിൽ വലിയൊരു മാറ്റം സംഭവിക്കുക, ഒന്നും പറയുന്നില്ല. യേശുവിനെ കാണുമ്പോൾ അദ്ദേഹത്തിൽ ഒരു ചേഞ്ച് സംഭവിക്കുകയാണ്. ആ കരിസ്മ എന്ന് പറയുന്നത് അത്ര വലുതാണ്. സഖായി തന്റെ കുറ്റബോധത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്, ഞാൻ അന്യായമായി സമ്പാദിച്ചതിന്റെ 3 ഇരട്ടി ഞാൻ പാവങ്ങൾക്ക് വിതരണം ചെയ്യാം. ഞാൻ സുവിശേഷ പ്രസംഗത്തിനല്ല കേട്ടോ മുതിരുന്നത്, പെട്ടെന്ന് അവസാനിപ്പിച്ചുകൊള്ളു, ആരെയും ബോറടിപ്പിക്കുന്നില്ല. യേശുവിന്റെ പ്രവർത്തന ബന്ധാവ് എന്തെന്ന് കാണിച്ചു തരുവാൻ ഞാൻ ലഘുവായിട്ട് അദ്ദേഹം ബന്ധപ്പെട്ട ആ സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകളൊന്ന് കാണിച്ചു തരാൻ ശ്രമിക്കുകയും മാത്രമാണ് ചെയ്തത്. പാപത്താൽ യഹൂദന്മാരുടെ സംസ്കാരം അനുസരിച്ച് ഒരു സ്ത്രീ ഏതെങ്കിലും തരത്തിൽ ദുർനടപ്പ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ അവളെ അവരിങ്ങനെ 4 പേര് കൂടുന്ന സമൂഹത്തിന്റെ മധ്യത്തിൽ ഒരു ജംഗ്ഷനിൽ കൊണ്ടു നിർത്തി കല്ലെറിഞ്ഞു കൊല്ലും. ഇപ്പോഴത്തെ കാലമല്ല, 2000 അത്ര കഠിനമായിരുന്നു. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്ന് വളരെ ശൗര്യത്തോടുകൂടി സംസാരിക്കുന്ന ഒരു ജനതതി. അവരെയാണ് യേശു പറഞ്ഞത്, മഗ്ദലക്കാരത്തി മറിയത്തോട് പറഞ്ഞത്, മകളെ ഇനി മേലിൽ നീ പാപം ചെയ്യരുത്. പഴയതിനെ കുറിച്ച് ഒന്നും നീ ആര്, നീ എന്തതിന്റെ ഇതൊന്നും യേശു ചോദിച്ചില്ല. ഇന്ന് നിങ്ങൾ ഈ സന്ധിയിലിരിക്കുമ്പോൾ നിങ്ങൾ ആരാണെന്നല്ല സർവശക്തനായ ദൈവം നിങ്ങളോട് ചോദിക്കുന്നത്. ദൈവത്തെ നിങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നതെങ്കിൽ, ഈശ്വരന്റെ സാന്നിധ്യം മനസ്സിൽ പങ്കുവെക്കാനാണ് വന്നിരിക്കുന്നതെങ്കിൽ, കർത്താവ് യേശു പറഞ്ഞൊരു വാചകം വളരെ പ്രസിദ്ധമാണ്, മകനെ ഇനി മേലിൽ നീ പഴയതുപോലെ പോകരുത്, നീ സമാധാനത്തോടുകൂടെ മടങ്ങിപ്പോകുക. ഞാൻ പറഞ്ഞത് മാലാഖമാർ ദൈവത്തിന്റെ മഹത്വം കരയറ്റിയതിന്റെ കാരണം യേശുദമ്പുരാൻ സാധാരണക്കാരിൽ സാധാരണക്കാരായി കഷ്ടത അനുഭവിക്കുന്നവന്റെയും ദുഃഖം അനുഭവിക്കുന്നവന്റെയും ദുരിതം അനുഭവിക്കുന്നവന്റെയും കൂടെ ജീവിച്ച് അവനെ സ്നേഹിച്ച് കെട്ടിപ്പിടിച്ചു എന്നുള്ളതാണ്. ആ വലിയ മനസ്സിനാണ് മാലാഖമാർ മഹത്വം എന്ന് പറഞ്ഞത്. വെറുതെ ഒരാൾക്ക് കയറി ആരും ഗ്ലോറി കൊടുക്കുകയൊന്നുമില്ല. ആ വലിയ കൃപയ്ക്കാണ് മഹത്വം എന്ന് പറഞ്ഞത്. ഞാൻ വൈദിക സെമിനാരിയിൽ പഠിക്കുമ്പോൾ ഞങ്ങളൊക്കെ നന്നാക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്കിന് പ്രാക്ടിക്കലിനോട് ഒരു 6 മാസം കൂടുമ്പോൾ ഒരു മാസം ഏതെങ്കിലും മാനസിക രോഗ ആശുപത്രിയിലോ അഗതി മന്ദിരത്തിലോ ഒക്കെ പോയി അവരെ ശുശ്രൂഷിച്ച് നിൽക്കണം. നന്നാവാൻ വേണ്ടിയിട്ടാ, നന്നായില്ലോ എന്നൊക്കെ നമുക്ക് പിന്നീട് ചിന്തിക്കും. അപ്പൊ ഞാൻ ഫൈനൽ ഇയർ ആയപ്പോ 6 പേരടങ്ങുന്ന ഒരു ടീമിന്റെ ക്യാപ്റ്റനായിട്ട് ഞാനും പോകുന്നു. എന്റെ കൂടെ 2 കന്യാസ്ത്രീമാരും ഉണ്ട് തിയോളജി പഠിക്കാൻ വന്നത്. അപ്പൊ എനിക്ക് ആ സിസ്റ്റർമാരെ അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല. കാരണം ഈ പഠിക്കാനൊക്കെ ഞങ്ങൾ ഇച്ചിരി പുറകോട്ടായതുകൊണ്ട് അവർ ഞങ്ങൾക്ക് ഈ അസൈൻമെന്റ് ഒക്കെ പാര വെക്കും, ഇവര് പഠിച്ചില്ല എന്ന് പറഞ്ഞതുകൊണ്ട്. ആലുവയില് ചുണങ്ങമ്പേലി എന്ന് പറയുന്ന ആ ഭാഗത്താണ് എനിക്ക് തോന്നുന്നു. ഞങ്ങളൊരു അഗതി മന്ദിരം സന്ദർശിക്കും. ഒരു വലിയ റബ്ബർ തോട്ടം, അതിന്റെ നടുക്ക് ഒരു കൊച്ചു വീട്, ഓടിട്ട കൂടിപ്പോയാൽ ഒരു 550-600 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള ചോർന്നൊലിക്കുന്ന ഒരു വീട്. അതിന്റെ തൊട്ടുമുറ്റത്ത് ഒരു ഷെൽട്ടർ പോലെ ഒരു സംഭവം. ഇതിനകത്ത് ഈ മനുഷ്യനും അദ്ദേഹത്തിന്റെ ഭാര്യയും 3 കുഞ്ഞുങ്ങളും താമസിക്കുന്നു. ഞാൻ ഈ ആദ്യം പറഞ്ഞ ഈ ഓടിട്ട ഈ ചോർന്നൊലിക്കുന്ന വീട്ടിൽ ഈ വഴിയിൽ നിന്ന് കിട്ടുന്ന പാവങ്ങള്, പ്രത്യേകിച്ച് മനോരോഗത്തിൽപ്പെട്ട് ഈ വസ്ത്രമൊക്കെ വലിച്ചു കീറി താടി മുടിയൊക്കെ നീട്ടിപ്പിച്ചും നമ്മുടെ റോഡ് ഇപ്പൊ അങ്ങനെ അധികം കാണാറില്ല. അവരെയൊക്കെ അദ്ദേഹം ഇങ്ങനെ വീട്ടിൽ കൊണ്ട് താമസിപ്പിക്കും. 2-3 പേരെ അവർ ചങ്ങലൊക്കെ ഇട്ടിട്ടുണ്ട്. അതാണ് ഏറ്റവും ദയനീയമായ അവസ്ഥ എന്ന് പറയുന്നത്. ഇദ്ദേഹം ഇങ്ങനെ രാവിലെ ഇറങ്ങി ചില വീട്ടിലൊക്കെ ചെന്ന് പറയും, ഞാൻ ഇങ്ങനെ കുറെ പാവപ്പെട്ടവരെ താമസിപ്പിക്കുന്നുണ്ട്, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊടുക്കും, ചിലര് പുച്ഛിക്കും. അത് കൊണ്ടുവന്ന് ഈ മനുഷ്യൻ എല്ലാം കൂടെ ഒക്കെ ഇട്ട് വേവിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ ഈ മനുഷ്യർക്കും കൊടുക്കും. ഇദ്ദേഹവും ഭാര്യയും കുഞ്ഞുങ്ങളും അതേ ആഹാരം കഴിക്കുകയും ചെയ്യും. വ്യത്യാസമില്ല. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. അപ്പൊ ആദ്യത്തെ ദിവസം അവിടെ ചെല്ലുമ്പോൾ മൊത്തം ബാത്റൂം സൗകര്യങ്ങളൊന്നുമില്ല. ഈ റബ്ബർ തോട്ടത്തിലാണ് അവരവരുടെ പ്രാഥമിക ആവശ്യങ്ങളൊക്കെ ചിലർ കിടന്നുകൊണ്ട് ചെയ്യും. അപ്പൊ ഞങ്ങളൊരു തീരുമാനം എടുത്ത് ആദ്യം ചുറ്റുപാടും സറൗണ്ടിങ്സ് ഒക്കെ നമുക്കൊന്ന് വൃത്തിയാക്കാം, എന്നിട്ട് മതിയല്ലോ ആളുകളെ ശുശ്രൂഷിക്കാനായിട്ട്. ദുർഗന്ധമൊന്നും മാറിപ്പോണുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. 2ാമത്തെ ദിവസം ഇവരെ ഒന്ന് കുളിപ്പിക്കാൻ. ഞാൻ ഇന്ന് ഓർക്കുന്നു, അതിനകത്ത് മെല്ലിച്ചൊരു മനുഷ്യനുണ്ട്, നല്ല പ്രാന്തന, പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. പിടിച്ചൊരു കസാരെ കൊണ്ടിരുത്തി, ഞാനിവിടെ കൂടിയാണ് പിടിച്ചുകൊണ്ടിരുത്തിയത്. ഇങ്ങനെ താടിയെല്ലാം നീട്ടി അതിങ്ങനെ പിരിഞ്ഞു കെട്ടി, ചെളിയും അഴുക്കും, മുടി വെട്ടിയിട്ടില്ല, ആ രീതിയിൽ ഇങ്ങനെ ജട
ഇതെല്ലാം നീണ്ടൊരു മനുഷ്യൻ, നഖമൊക്കെ നീട്ടി. അപ്പോ എന്റെ കൂടെ ഞാൻ പറഞ്ഞ സിസ്റ്റർ മരിയ സിസ്റ്റർ ഇങ്ങനെ കൈ ഇങ്ങനെ കുപ്പായ തന്നെ മടക്കി വെച്ചിട്ട് ഇവിടുന്ന് ഒരു കത്രികയായിട്ട് വന്നിട്ട് ഇപ്പോഴും ഞാൻ ഓർക്കുന്നു, ആ സിസ്റ്റർ ആ മനുഷ്യന്റെ തലമുടി ഇങ്ങനെ വിട്ടു. ഈ പുള്ളി വെള്ളം കണ്ടിട്ടില്ല, കാരണം അദ്ദേഹം മനോരോഗിയാണ്. ഇന്നും എന്റെ മനസ്സിലുണ്ട്, ഇങ്ങനെ മുടി വെട്ടിയിട്ട് വെട്ടുമ്പോ അദ്ദേഹത്തിന്റെ തലയിൽ നിന്നും സിസ്റ്ററിന്റെ കയ്യിലേക്ക് ഇങ്ങനെ പെൻ എന്ന് പറഞ്ഞ് മനസ്സിലായില്ലേ, ആ സാധനം ഇങ്ങനെ കേറുക, ഉറുമ്പ് കയറുന്ന പോലെ ആ കൈ കൊണ്ട് ഇങ്ങനെ തട്ടിക്കളഞ്ഞിട്ട് ആ മനുഷ്യന്റെ മുടി വെട്ടി. എനിക്കതുവരെ ആ സിസ്റ്ററോട് അത്ര വലിയ സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ല. പഠന കാര്യത്തിലുള്ള ബുദ്ധിമുട്ടുണ്ട്. എന്റെ എല്ലാ ഇതും മാറിപ്പോയൊരു നിമിഷം. ഒരു പരാതി പോലും പറയാതെ സ്വന്തം പിതാവിനെ ശുശ്രൂഷിക്കുന്നതിനേക്കാളും കാര്യമായിട്ട് ആരെന്നറിയാത്ത, എവിടെ നിന്ന് വന്നു എന്നറിയാത്ത ആ മനുഷ്യന്റെ തലമുടി വെട്ടി, തലയല്ല തലമുടി വെട്ടി അദ്ദേഹത്തെ ഷേവ് ചെയ്ത് കുളിപ്പിച്ച് അവസാന സിസ്റ്റർ കണ്ണാടി പിടിച്ചിങ്ങനെ കാണിച്ചു. ആ കണ്ണാടിയിൽ നോക്കിയിട്ട് ആ മനുഷ്യനൊരു ചിരി ചിരിച്ചു. അതാണ് ആ മനുഷ്യന്റെ കണ്ണിൽ നിന്ന് നന്ദിയാണോ കൃതജ്ഞതയാണോ എന്ത് ഭാവമാണ് എന്ന് പറയാൻ എനിക്കറിയില്ല. എന്റെ സഹോദരീ സഹോദരന്മാരെ, ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നത് അങ്ങനെയാണ്. നമ്മുടെ അവസ്ഥ എന്തുമായിക്കൊള്ളട്ടെ, ഭ്രാന്തമായ അവസ്ഥയിലൊക്കെ ചിലപ്പോൾ ജീവിതത്തിൽ പെട്ടുപോകും, നിരാശ വന്നിട്ട്. സാമ്പത്തികമൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ട് നമ്മളിങ്ങനെ പിച്ചും പേയും പറഞ്ഞ ആളുകളൊക്കെ എനിക്കറിയാം. പക്ഷെ സർവശക്തൻ ഹൃദയത്തിൽ വസിക്കുന്നത് നമ്മുടെ അവസ്ഥ നോക്കിയിട്ടല്ല, നമ്മുടെ മനസ്സിനെ കണ്ടുകൊണ്ടാണ് ഈശ്വരൻ നമ്മിൽ വസിക്കുന്നത്. മലാഖമാർ ആ വലിയ സ്നേഹം ഭൂമിയിലേക്ക് ഇറങ്ങി ഭൂമിയെ സ്നേഹിച്ചതിനാണ് മഹത്വം എന്ന് പാടിയത്. നമ്മുടെ പൂർവികന്മാർ ഇങ്ങനെ പറഞ്ഞു, തമസോമ ജ്യോതിർഗമയ, പ്രകാശത്തിൽ നിന്നും ഇരുട്ടിൽ നിന്നും എന്നെ പ്രകാശത്തിലേക്ക് വഴിതെളിക്കണമേ, ലീഡ് കൈൻഡ്ലി ലൈറ്റ്. യേശുമിശിഹ പറഞ്ഞു, ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. തമസോമ ജ്യോതിർഗമയ, ഇരുട്ടിൽ നിന്നും എന്നെ പ്രകാശത്തിലേക്ക്. യേശു ചില ഗ്രാമങ്ങളിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, അന്ധകാരത്തിലായിരുന്ന ജനം പുതിയൊരു പ്രകാശം കണ്ടു. അവിടെ സൂര്യൻ ഉദിച്ചു എന്നല്ല, ജ്ഞാനത്തിന്റെ, അറിവിന്റെ, ദൈവസ്നേഹത്തിന്റെ പുതിയൊരു മാർഗം ശ്രീനാരായണ ഗുരുവും കാണിച്ചു തന്നത് ഇത് തന്നെയല്ലേ. ഇരുട്ടിൽ കിടന്ന ഒരു ജനതതി, ഞാൻ കുറ്റപ്പെടുത്തുകയല്ല കേട്ടോ അങ്ങനെ പറയുമ്പോൾ, ഒരിക്കലും ആക്ഷേപിച്ചതായിട്ട് ചിന്തിക്കരുത്. ആ ഒരു പ്രകാശം കത്തിച്ചു വെച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്നും ഈ 2024 അവസ്ഥ എന്താകുമായിരുന്നു? ചിന്തിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ഇന്നിങ്ങനെ ഇരിക്കാൻ സാധിക്കുമായിരുന്നു? ഈശ്വരൻ എന്ന് പറയുന്ന പ്രകാശം സ്വർഗത്തിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് ഇറങ്ങാൻ അവതാരമായി മാറിയതിനാണ് മാലാഖമാർ മഹത്വം കരയേറ്റിയത്. അവരിങ്ങനെ മഹത്വം പാടുന്നു. എന്തിനാണ് മഹത്വം പാടിയത്? മൂന്നാമത് വീണ്ടും പറയുന്നു, പീഡയേൽക്കുന്നതിന് വേണ്ടി യേശുമിശിഹ തയ്യാറായി. ഈ പീഡയേൽക്കുക എന്നൊക്കെ വേദപുസ്തകത്തിലെ അച്ഛന്മാരൊക്കെ പലപ്പോഴും പ്രസംഗിക്കണം കേട്ടിട്ടുണ്ട്. യേശുമിശിഹ കഷ്ടതയേറ്റു, യേശുമിശിഹ പീഡയേറ്റു, യേശുമിശിഹ നൊമ്പരയിൽ കൂടെ നടന്നുപോയി. എന്താണ് അതിന്റെ അർത്ഥമെന്ന് പറയുന്നത്? വാസ്തവത്തിൽ ചിന്തിച്ചു നോക്കിയിട്ടുണ്ട്. യഹൂദിയ പാരമ്പര്യം അനുസരിച്ച് ഒരു മനുഷ്യൻ പാപം ചെയ്ത, പാപം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, നമ്മുടെ വിഷയമല്ല ഇതൊന്നും. തെറ്റ് ചെയ്തു എന്നൊരു മനുഷ്യന്റെ ബോധ്യം വന്നാൽ ആ പാപത്തിന് ഒത്തവണ്ണം അവൻ മൃഗങ്ങളെ കൊണ്ട് ബലിയായിട്ട് അർപ്പിക്കും. അത് പ്രാവിനെയാകാം, ആട്ടുകൊറ്റനെയാകാം, കടുപ്പമേറിയ പാപമാണെങ്കിൽ കാളക്കുട്ടനെ, അങ്ങനെ പല രീതിയിലുള്ള യാഗങ്ങളെ അർപ്പിക്കും. ഇവിടെ ലോകം പാപത്തിൽ അന്ധകാരത്തിലായപ്പോൾ, ലോകം ഇരുട്ടിൽപ്പെട്ടു പോയപ്പോൾ, ചുരുക്കി പറഞ്ഞാൽ പിശാചിന്റെ കെണിയിൽ, തിന്മയുടെ കെണിയിൽ ലോകം ആയി എന്ന് സർവശക്തനായ ദൈവത്തിന് ബോധ്യം വന്നപ്പോൾ
പുതിയ ഒരു യാഗവസ്തുവിനെ ഭൂമിയിലേക്ക് അയക്കുകയാണ്. ഒരു ബലിവസ്തു, ഊനമില്ലാത്ത ഒരു ബലിവസ്തു. കേടുപാടുള്ള ഒരു ബലിവസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചിട്ട് കാര്യമില്ല. ദൈവനിഷേധമാണ്. നമ്മൾ അമ്പലത്തിലും പള്ളിയിലും നേർച്ച കൊടുക്കുമ്പോൾ ഏറ്റവും വിശേഷപ്പെട്ടതാണ് കൊടുക്കുന്നത്, അല്ലേ? അല്ലാതെ അമ്പലത്തിൽ ഒരു പൂ പറിച്ചു വെക്കുമ്പോൾ അതിനകത്ത് ഏറ്റവും കേടുവന്ന പൂവാണോ നമ്മൾ നിവേദ്യമായിട്ട് വെക്കുക? അല്ല, ഏറ്റവും മികച്ചതാണ് നമ്മുടെ പറമ്പിൽ നിന്ന്, തോട്ടത്തിൽ നിന്ന് പറിച്ചു വെക്കുന്നത്. ഇതിനപ്പുറത്തൊരു ബലിവസ്തു ദൈവത്തിന്റെ കയ്യിലില്ല. ഏറ്റവും വിശേഷപ്പെട്ടതിനെ സ്വർഗത്തിലെ ദൈവം ഭൂമിയിലേക്ക് അയച്ചു. എന്തിനാ? യാഗവസ്തുവായിട്ട്. ആ യാഗവസ്തു ബലിവസ്തുവായി ബലിയായ കുഞ്ഞാടായിട്ട് മാറി അങ്ങ് ഗോകുൽത്തായിലേക്ക് പോയി. അത് ക്രൂശിൽ കിടന്നുകൊണ്ട് പാപത്തെ ആണികളാൽ തന്റെ ശരീരത്തേക്ക് അടിച്ചു ചേർക്കുകയാണ്. തന്റെ ശരീരത്തിൽ നിന്നും രക്തവും വെള്ളവും വാർന്നൊഴുകി ഈ ലോകത്തെ കഴുകി അവൻ ശുദ്ധീകരിച്ചു. ഈ രഹസ്യം അറിയാവുന്നത് കൊണ്ടാണ് മാലാഖമാർ പറഞ്ഞത്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. വെറുതെ ആരും മഹത്വം പറയുന്നതല്ല. ദൈവം താനിറങ്ങി വന്ന് മനുഷ്യനായതുകൊണ്ട് ഈ ലോകത്തെ തിന്മയുടെ കയ്യിൽ നിന്നും രക്ഷിക്കാൻ തന്റെ ഏകജാതനെ ഭൂമിയിലേക്ക് അയക്കുവാൻ ദൈവം അത്രയേറെ ഈ ലോകത്തെ സ്നേഹിച്ചു. വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, തന്റെ ഏകജാതനായിരിക്കുന്ന പുത്രനെ ലോകത്തിലേക്ക് അയക്കുവാൻ തക്കവണ്ണം പിതാവാം ദൈവം അത്രമേൽ ഈ ലോകത്തെ സ്നേഹിച്ചു. ലോകം എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളുമാണ് ഈ ലോകം എന്ന് പറയുന്നത്. ദൈവസ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാനൊരു കഥ ഇങ്ങനെ യാദൃശ്ചികമായിട്ട് ഓർമ്മ വരികയാണ്. കഥ പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് പോകുമെന്ന് എനിക്കറിയാം. ഒരിക്കലും ഒരു രാജാവ് ഇങ്ങനെ ഒരു രാജവിളംബരം നടത്തി. എന്റെ രാജ്യത്തിലെ പ്രജകൾ എന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ എനിക്കൊന്ന് എഴുതി തരണം. നമുക്കൊക്കെ എഴുത്തെഴുതാൻ നല്ല പരിചയമായതുകൊണ്ട് ഇപ്പൊ പിന്നെ എഴുത്തില്ല, വാട്സപ്പ് വഴി അങ്ങ് കൊടുക്കുകയുള്ളൂ. അപ്പൊ ഓരോരുത്തർ ഓരോ രീതിയിൽ വലിയ കാവ്യങ്ങളൊക്കെ എഴുതി വെച്ചു. രാജാവിനെ എങ്ങനെയാണ് സ്നേഹിക്കുന്നത്, എന്റെ കരളെ, എന്റെ ലിവറെ, കരളിന്റെ കരളെ എന്നൊക്കെ പറഞ്ഞ് വലിയ ഭാഷയിലൊക്കെ രാജാവിന് ആളുകൾ എഴുത്തു കൊടുത്തു. അതിനേക്കാൾ വലുതായിട്ട് രാജാവിനെ സ്നേഹിക്കുന്നു. ഒരു മനുഷ്യൻ മാത്രം വ്യത്യസ്തമായ 2 വരി എഴുതി, എന്റെ പട്ടി എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാൻ അങ്ങെ സ്നേഹിക്കുന്നു. നല്ല ശേലായി. അത്രയും മനോഹരമായ വാചകങ്ങളൊക്കെ ആൾക്കാർ എഴുതി വെച്ചപ്പോൾ ഒരുത്തനെ എഴുതിയേക്കുക, എന്റെ പട്ടി എന്നെ സ്നേഹിക്കുന്ന പോലെ ഞാൻ അങ്ങേ തല വേറെ വില്ലോം വേണോ? രാജകൽപ്പനയ്ക്കെതിരായിട്ട് പിടിച്ചോണ്ട് വരാൻ പറഞ്ഞു. പിടിച്ചുകൊണ്ട് വന്നു. രണ്ടാമത് വർത്താനം ഒന്നുമില്ല, കട്ട് ചെയ്തേക്കാൻ പറഞ്ഞു. എന്നതാ? ചെറുശതം ചെയ്തേക്കാൻ പറഞ്ഞു. മനുഷ്യൻ പറഞ്ഞു, 1 മിനിറ്റ് ഒന്ന് നിൽക്കണം, ഒരപേക്ഷ, ഇതൊന്ന് തെളിയിക്കാൻ എനിക്കൊരു അവസരം നൽകണം. അവൻ പറഞ്ഞു, ഞാൻ എന്റെ പട്ടിയെ ഒന്ന് എന്റെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുന്നു. മനസ്സില്ലെങ്കിലും അത് അനുവദിച്ചു. തന്റെ ഓമന വളർത്തുനായെ ഈ മനുഷ്യൻ രാജകൊട്ടാരത്തിലേക്ക്, രാജാവിന്റെ സന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അദ്ദേഹം പറഞ്ഞതും തെളിയിക്കാൻ പട്ടി മാത്രം പോരാ, എനിക്കൊരു മൂർച്ചയുള്ള കത്തി കൂടെ നൽകണം. അതും അനുവദിക്കപ്പെട്ടു. രാജകൽപ്പനയല്ലേ. രാജാവ് ഇങ്ങനെ ശ്രദ്ധയോടെ കൂടെ നോക്കി. മന്ത്രിയും പരിവാരങ്ങളും ഇങ്ങനെയിരുന്നു. ഈ മനുഷ്യൻ താൻ ഓമനിച്ചു വളർത്തിയ പട്ടിക്കുഞ്ഞിനെ എടുത്ത് സ്നേഹത്തോടെ അതിന്റെ നിറകിൽ ചുംബിച്ചു. ആ മനുഷ്യൻ അതിന്റെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് അതിന്റെ മുൻവശത്തെ ഒരു കൈ ഇങ്ങനെ ആ മൂർച്ചയുള്ള കത്തി കൊണ്ട് അറുത്ത് മുറിച്ചു മാറ്റി ദൂരേക്ക്. അതിന് ഭയങ്കരമായ വേദന വന്നു. അതിന്റെ മുറിവിൽ നിന്ന് രക്തവും വെള്ളവും അവിടത്തേക്ക് ഒഴുകി. ആ യജമാനൻ ഒരല്പം മാറി നിന്നിട്ട് അതിനെങ്ങനെ പേര് ചൊല്ലി ഞൊടിച്ചു വിളിച്ചു. എന്റെ സഹോദരീ സഹോദരന്മാരെ, വാലാട്ടിക്കൊണ്ട് വേദനയോടുകൂടെ ആ യജമാനന്റെ അടുക്കിലേക്ക് ആ പട്ടി തൊങ്കി ചെന്നു. അദ്ദേഹം വീണ്ടും ആ നായ്ക്കുട്ടിയെ കയ്യിലെടുത്തു. സ്നേഹിച്ചു വളർത്തിയ നായ്ക്കുട്ടിയാണ്. അതിന്റെ പിൻവശത്തെ ഒരു കാലുകൂടെ ഈ കത്തി കൊണ്ട് ഈ മനുഷ്യൻ മുറിച്ചു മാറ്റി. അതിന് ഭയങ്കര വേദന വന്നു. ഉറക്കെ കരഞ്ഞു. പക്ഷേ അതിനെ നിലത്ത് വെച്ച് വീണ്ടും പേര് ചൊല്ലി വിളിച്ചപ്പോൾ തന്റെ ഒരു കൈയിലും ഒരു കാലിലും കുത്തി നിന്നുകൊണ്ട് ഇങ്ങനെ
യജമാന്റെ നേരെ അത് വാലാട്ടി കാണിച്ചു. വീണ്ടും യജമാനൻ ആ പട്ടിക്കുഞ്ഞിനെ കയ്യിലെടുത്തു. അവശേഷിക്കുന്ന മുൻവശത്തെ രണ്ടാമത്തെ കൈയും ആ മനുഷ്യൻ മുറിച്ചു മാറ്റി, അതിനെ നിലത്തേക്ക് വെച്ചു. മൂന്നാമതും ആ മനുഷ്യൻ സ്നേഹത്തോടെ അതിനെ ഞൊടിച്ചു വിളിച്ചപ്പോൾ ഒറ്റ കാലിൽ തൊങ്കിക്കൊണ്ട് 3 മുറിവുകളിൽ നിന്നും ചോര ഇറ്റിട്ട് വീണ് കണ്ണിൽ നിന്ന് വേദനയോടുകൂടെ പ്രാണൻ പൊടിയുന്ന വേദനയിലും തന്റെ യജമാനൻ പേര് വിളിച്ചപ്പോൾ ഒറ്റക്കാലിൽ തൊങ്കി ആ യജമാനന്റെ അടുക്കിലേക്ക് ആ പട്ടി ഇഴഞ്ഞു നീങ്ങാൻ ശ്രമിച്ചു. ആ യജമാനൻ വീണ്ടും ആ കത്തി കൊണ്ട് പട്ടിയെ കുഞ്ഞിനെ കയ്യിലെടുത്തിട്ട് 4ാമത്തെ കാല് പറിക്കാൻ ശ്രമിച്ചപ്പോൾ രാജാവ് പറഞ്ഞു, മതി മതി, ഈ നായ്ക്കുട്ടി നിന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുവെന്ന് എനിക്ക് മനസ്സിലായി. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈശ്വരന്റെ സ്നേഹം എന്ന് പറയുന്നത് ഇതാണ്. അതെന്ത് പേരിലെങ്കിലും ആയിക്കൊള്ളട്ടെ. അറുത്തു മാറ്റിയാലും മുറിച്ചെറിഞ്ഞാലും നിന്നെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പോയാലും മകനെ മകളെ എന്ന് വിളിച്ചുകൊണ്ട് പിറകെ വന്ന് നിന്നെ സ്നേഹിക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ സ്നേഹം. ദൈവം ഈ സ്നേഹവുമായിട്ടാണ് ബെത്ലഹേമിൽ ജാതം ചെയ്തത്. പാപത്തിൽ വീണുപോയ, പൈശൂന്യതയിൽ വീണുപോയ, അന്ധകാരത്തിന് അടിമകളായി തീർന്ന ഒരു ജനതയെ വേണ്ട, നീ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മാറിയപ്പോൾ പുറകെ വന്ന് നാണം കെട്ട് എന്നെയും നിന്നെയും സ്നേഹിച്ച സ്വർഗത്തിലെ സർവശക്തനായ ഈശ്വരൻ. നമ്മുടെ മാതാപിതാക്കന്മാർ അങ്ങനെയല്ലേ നമ്മെ സ്നേഹിക്കുന്നത്? നമ്മുടെ അമ്മയപ്പന്മാരെ നമുക്ക് ഓർക്കാൻ സാധിക്കണം. മാതാപിതാ ഗുരു ദൈവം എന്നാ പറയുന്നത്. മാതാവിനെയും പിതാവിനെയും ഓർക്കാൻ സാധിക്കണം. ഈ ക്രിസ്തുമസ് ഒക്കെ ലോകം മുഴുവൻ ആഘോഷിക്കും. ക്രിസ്തുമസ് ഒക്കെ ലോകം മുഴുവൻ ആഘോഷിക്കും. അമ്മയ്ക്ക് കഞ്ഞി കൊടുക്കാത്ത ഒത്തിരി മക്കളുണ്ട്, എനിക്കറിയാം. അപ്പന് കഞ്ഞി കൊടുക്കാത്ത ഒത്തിരി മക്കളുണ്ട്. അപ്പനെ കാണുമ്പോൾ ചീത്ത പറയുന്ന മക്കളുണ്ട്. സഹോദരനെയും സഹോദരൻ കെട്ടിച്ചു വിട്ട പെങ്ങളെ വീട്ടിൽ കയറ്റിയല്ലാത്ത ഒത്തിരി ആങ്ങളുമാരുണ്ട്. നമ്മൾ ക്രിസ്തുമസ് ഒക്കെ ആഘോഷിക്കും. ശ്രീനാരായണ ഗുരുവിന്റെ ചതയവും ജയന്തിയും ഒക്കെ നമ്മൾ ആഘോഷിക്കും. ബാക്കി വിശേഷപ്പെട്ട ഉത്സവങ്ങളൊക്കെ നമ്മൾ ആഘോഷിക്കും. പക്ഷേ ദൈവത്തെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എപ്പോഴും വിളക്ക് വയ്ക്കും, പ്രാർത്ഥിക്കും, പള്ളിയിൽ പോവും, അമ്പലത്തിൽ പോവും, എല്ലാം നമ്മൾ ചെയ്യും. പക്ഷെ അപ്പനും അമ്മയ്ക്കും കഞ്ഞി കൊടുക്കൂല. എന്റെ പ്രിയപ്പെട്ടവരെ, ആ രക്തമാണ്, ആ സ്നേഹമാണ് ഞാനും നിങ്ങളും. ആ സ്നേഹമാണ് ഞാനും നിങ്ങളും. കുറവുകളുണ്ടായിരിക്കാം. കുറവില്ലാത്ത ഒരു മനുഷ്യനും ഈ ഭൂമിയിലില്ല. നമ്മുടെ കുറവുകളോടുകൂടെ, നമ്മുടെ വലിപ്പത്തിലല്ല യേശു നമ്മെ സ്നേഹിച്ചത്. നമ്മുടെ കുഷ്ഠരോഗത്തിന്റെ അവസ്ഥയിലും, നമ്മുടെ കണ്ണു കാണാത്ത അവസ്ഥയിലും, നമ്മുടെ രോഗത്തിന്റെ അവസ്ഥയിലും, നമ്മുടെ ദുർനടപ്പിന്റെ അവസ്ഥയിലും ചേർത്ത് പിടിക്കാന് ആകാശത്ത് നിന്ന് മനുഷ്യപുത്രൻ ഭൂമിയിലേക്ക് അവതരിച്ചത്. അവനെ ഭൂമിയിലേക്ക് വിട്ടുകൊടുക്കാൻ പിതാവാം ദൈവം കാണിച്ച വലിയ സ്നേഹത്തിനാണ് മാലാഖമാർ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം എന്ന് ആർത്തുപാടിയത്. ഞാൻ 2ാമത്തെ ഭാഗത്തേക്ക് വരട്ടെ. ആ സ്തുതിഗീതത്തിന്റെ 1ാമത്തെ ഭാഗം അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. ഇനി നമ്മൾ ആരെങ്കിലും പറയുമ്പോൾ